കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങൾ. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വമാകുന്നു. ആത്മീകമായി വിവേചിക്കേണ്ടതാകയാൽ അതവന് ഗ്രഹിക്കുവാൻ കഴിയുന്നതുമല്ല. ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. ദൈവമക്കളായി നമ്മൾ സ്തോത്രം ദൈവാത്മാവിനെ പ്രാപിച്ചവർ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരാവുന്ന ചില വിഷയങ്ങൾ, ഒരുപക്ഷെ നമ്മുടെ ഭാവി സംബന്ധമായോ ജോലി സംബന്ധമായോ നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളോ അല്ലെങ്കിൽ നമ്മൾ സ്തോത്രം കണക്ട് ചെയ്യപ്പെടുന്ന ബന്ധങ്ങളിലോ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ദൈവത്തിൻ്റെ ആത്മാവിന് തോന്നിക്കഴിഞ്ഞാൽ അത് നമ്മൾ സൂചിപ്പിക്കും. പരിശുദ്ധാത്മാവ് ചിലത് നമുക്ക് അറിയിച്ചു തരും. തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്: ഇതിലെ നടന്നുകൊള്ളുവീൻ സ്തോത്രം എന്ന് പറയുന്ന ഒരു ശബ്ദം നീ കേൾക്കും. അത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഇടപെടുന്നതാണ്. വ്യക്തമായി തിരുവചനം പറയുന്ന അവൻ നമുക്ക് ദൃഷ്ടി വെച്ച് ആലോചനകളെ പറഞ്ഞു തരുന്ന ദൈവം. പലപ്പോഴും ദൈവാത്മാവ് പ്രാപിച്ചവർക്കുള്ള ഒരു പരാതിയാണ് സ്തോത്രം, ചില വിഷയങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ അവർക്കത് ഗ്രഹിക്കാൻ കഴിയത്തില്ല. സ്തോത്രം ഒരു കാര്യം വ്യക്തമായിട്ട് ഇവിടെ പറയുന്നു: പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം എന്ത് ചെയ്യുന്നില്ല, കൈക്കൊള്ളുന്നില്ല. സ്തോത്രം അതവന് ഭോഷത്വമാകുന്നു. ആത്മാവ് പറയുന്നത് ഒരാൾ കൈക്കൊള്ളുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തി പ്രാകൃത മനുഷ്യനെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രൈസലോ. അപ്പോൾ ആത്മീക മനുഷ്യനുണ്ട്, പ്രാകൃത മനുഷ്യനുണ്ട്, ജഡീക മനുഷ്യനുണ്ട്. 3 മനുഷ്യന്മാരെ കുറിച്ച് തിരുവചനം ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയും: ജഡം, ആത്മീകം, പ്രാകൃതം. ഇപ്പം ഇവിടെ പറയുന്നത് ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളാത്തവൻ ആരാണ്? അവൻ പ്രാകൃത മനുഷ്യനാണ്. അവനത് ഭോഷത്വമായിട്ട് തോന്നും. വെളിപ്പാടുകൾ, ദൂതുകൾ, ദർശനങ്ങൾ കേൾക്കുന്ന സമയത്ത് ചില പറയത്തില്ല ഇതെല്ലാം വെറുതെയാണ്, ഇത് ഭോഷത്വമാണ്, ഇങ്ങനൊന്നും ഇല്ല എന്ന് പറയുന്നതുകൊണ്ട് അല്ലേ സ്തോത്രം. അതിന് കാരണം ആ വ്യക്തി ഇല്ലെങ്കിൽ ആ സമൂഹം പ്രാകൃതമുള്ളതാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചറിയണം. കാരണം പരിശുദ്ധാത്മാവ് ഉള്ളവർക്ക് മാത്രമേ പരിശുദ്ധാത്മാവ് പറയുന്നത് എന്തെന്ന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതാണ് പറയുന്നത് ആത്മീകമായി വിവേചിക്കേണ്ടതാകയാൽ അതവന് ഗ്രഹിക്കുവാൻ കഴിയത്തില്ല. അപ്പം ആത്മാവ് പറയുന്നത് മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് ആത്മാവ് വേണം. ആത്മാവിന് മാത്രമേ അതിന് വിവേചിക്കാൻ തക്കവണ്ണം എന്ത് ചെയ്യത്തുള്ളൂ, കഴിയത്തുള്ളൂ. അപ്പോൾ ആത്മീകൻ്റെ പ്രത്യേകത എന്നതാ? ആത്മീകൻ്റെ പ്രത്യേകതയാണ് 15-ാം വാക്യത്തിൽ പറയുന്നത്: ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതും ഇല്ല. സ്തോത്രം. അപ്പം ആത്മീകൻ്റെ പ്രത്യേകത അല്ല സ്തോത്രം, അവൻ സകലത്തെയും എന്ത് ചെയ്യും, ഡിസൈൻ ചെയ്യും, വിവേചിക്കും. നമ്മുടെ മുമ്പിൽ വരുന്ന വിഷയങ്ങൾ, നമ്മുടെ മുമ്പിൽ വരുന്ന വ്യക്തികൾ, അല്ല സ്തോത്രം, നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന മേഖലകൾ, നമ്മൾ ചില വ്യക്തികൾ ഇടപെടുമ്പോൾ ആ വിഷയങ്ങൾ അതരുത്, അത് ചെയ്യാം എന്നൊക്കെയുള്ള രീതികൾ അല്ലേ. ചിലത് ചെയ്തുകൂടാ, ഇന്നത് നീ ചെയ്യരുത്, ഇന്നത് ചെയ്യാം എന്ന് പറയും. ചിലത് നമ്മളോട് പരിശുദ്ധാത്മ എന്ത് ചെയ്യും, വിലക്കും. ചിലതിനോട് ബൈ പറയാൻ പറയും, ചിലതിനെ മുറിച്ചു മാറ്റാൻ പറയും. ഇതെല്ലാം പരിശുദ്ധാത്മാവ് ചെയ്യുന്നതാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിച്ചിരിക്കണം, നമ്മൾ ആത്മീകനായിരിക്കണം. അതാണ് ബൈബിൾ പറഞ്ഞത്: ആത്മീകൻ സകലത്തെയും വിവേചിക്കുന്നു, പക്ഷേ ഒരാത്മീകനെ വേറെ ആർക്കും വിവേചിക്കാൻ കഴിയത്തുമില്ല. അതാണ് അതിനകത്തുള്ള ഏറ്റവും പ്രത്യേകതയുള്ള ഒരാഴമെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് തട്ടിലാണെങ്കിൽ ഏത് സാഹചര്യത്തിലാണെന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചറിയണം. ആത്മീകനായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക, പ്രാകൃതൻ ആകാതിരിക്കാൻ ശ്രമിക്കുക, ദൈവത്തിൻ്റെ ആലോചനകൾക്ക് വിധേയപ്പെടുക. ദൈവാത്മാവ് എന്താണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അത് ചെയ്യുവാൻ ആഗ്രഹിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ഉപദേശത്തിനനുസരിച്ച് നമ്മൾ നടന്നു കഴിഞ്ഞാൽ വേറെ ആരും നമ്മളെ ഉപദേശിക്കേണ്ട ആവശ്യവും അതിനകത്ത് വരുന്നില്ല. അപ്പോൾ ദൈവാത്മാവിൻ്റെ ഉപദേശത്തിനനുസരിച്ച് നടക്കുവാൻ സ്വർഗം നമുക്ക് കൃപ നൽകട്ടെ. അതിനായിട്ട് കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ചെറുകടിയിൽ മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തും. എല്ലാ മഹത്വവും കർത്താവിന് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.